ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ്, അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തെ കുറച്ച് എക്സാമ്പിൾസ് പറയാനുണ്ടായിരുന്നു. അതായത് എക്സാമ്പിൾസ് ഓഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഫസ്റ്റ് വൺ, ഇഫ് എ ബോഡി ഈസ് അറ്റാച്ച്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ സ്ട്രിങ് and whirled round, the tension provides the centripetal force. Next, in the case of planets revolving around the sun, the necessary centripetal force is provided by the gravitational attraction between them. Third one, when a vehicle moves along a curved path, the centripetal force is provided by the electrostatic force between the tires and the road. Next, we are discussing about moment of inertia of continuous mass distribution. അതായത് എങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഓരോ ബോഡിയിലും എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വ്യത്യാസം, മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് മാറ്റം വരുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ കൺസിഡർ എ സ്മോൾ എലമെന്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് dm. അതായത് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിജിഡ് ബോഡി. ഈ റിജിഡ് ബോഡിയിലെ ഒരു സ്മോൾ മാസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് dm at a perpendicular distance r from the axis of rotation. ഇതാണ് നമ്മളുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ദാറ്റ് ഈസ് ഇവിടെ മുതൽ, അതായത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഡിഎമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ആർ. Therefore, moment of inertia is given by di is equal to r square dm. di എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ dm എന്ന് പറഞ്ഞ മാസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് di എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് di is equal to r square dm. ഈ r square dm എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ പോർഷനുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. നമുക്ക് ഈ ടോട്ടൽ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ തന്ന ടേമിൽ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് i is equal to ഇന്റഗ്രൽ r square dm. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഓരോ ബോഡിയിലും, ഓരോ വെറൈറ്റി ബോഡികളും, ഇപ്പൊ തിൻ റോഡ്, അതുപോലെ റിങ്, ഡിസ്ക്, ഹോളോസ്ഫിയർ, ഈ ഓരോ ബോഡിയിലും അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താകും അതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ റോഡ്. ഈ തിൻ റോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു തിൻ റോഡ് കൺസിഡർ ചെയ്തു. ആ റോഡിന്റെ ലെങ്ത് ആണ് L. ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആക്സിസ്, സെന്റർ ഓഫ് ആക്സിസ് ആണിത്. ആ സെന്റർ ഓഫ് ആക്സിസിൽ ഈ ഒരു ഡയറക്ഷനിലാണ് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. കൺസിഡർ എ തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L ആൻഡ് മാസ് m. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന റോഡ്, ആ റോഡിന്റെ ലെങ്ത് ആണ് L, അതുപോലെ ഈ റോഡിന്റെ മാസ് ആണ് m എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിങ്ങിന്റെ, തിൻ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 1/12 into ml സ്ക്വയർ ആയിരിക്കും. 1/12 into ml സ്ക്വയർ. നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്. ഒരു റിംഗ് കൺസിഡർ ചെയ്തു. ആ റിംഗിന്റെ സെന്റർ ഓഫ് ആക്സിസ് ആണ് ഈ AB എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ സെന്റർ ഓഫ് ആക്സിസിലാണ് ആ റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺസിഡർ എ സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് r. ഈ സർക്കുലർ റിംഗിന്റെ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്, ആൻഡ് മാസ് m. Therefore, moment of inertia is equal to mr square. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിങ്ങിന്റെ റേഡിയസും, m എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ മാസും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കുലർ ഡിസ്ക്. ആ സർക്കുലർ ഡിസ്കിന്റെ സെന്റർ ഓഫ് ആക്സിസ് ആണ് ഈ AB എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ആക്സിസിലാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് സർക്കുലർ ഡിസ്കിന്റെ റേഡിയസ് ആറും മാസ് എമ്മും ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 1/2 mr സ്ക്വയർ ആയിരിക്കും. ഓക്കെ, മാസ് എമ്മും റേഡിയസ് ആറും. നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ. ഇതാണ് നമ്മുടെ സോളിഡ് സ്ഫിയർ. അതിന്റെ സെന്റർ ഓഫ് ആക്സിസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റേഡിയസ് ആറും മാസ് എമ്മും ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാണ്. Therefore, മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to 2/5 mr സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഹോളോസ്ഫിയർ. ഈ ഹോളോസ്ഫിയറിന്റെ സെന്റർ ഓഫ് ആക്സിസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന്റെ റേഡിയസ് ആറും മാസ് എമ്മും ആയിട്ട് കൺസിഡർ ചെയ്യാണ്. Therefore, moment of inertia is equal to 2/3 mr square.
Next, we are discussing about torque. Torque is defined as the product of the force and the perpendicular distance between the line of action of the force. അതായത് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ലീനിയർ മോഷന്റെ കേസിൽ നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോഴ്സ് തന്നെയാണ് നമ്മൾ ആംഗുലാർ മോഷന്റെ കേസിലാകുമ്പോൾ ആ ഫോഴ്സിന് നമ്മൾ ടോർക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ആംഗുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി, ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ, അതായത് ഇവിടെ നമ്മൾ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തു. ആ റിജിഡ് ബോഡിയുടെ ഫോഴ്സ്, അതായത് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ദ റേഡിയസ് ഇത് ആർ. അതായത് ഇപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഈ റേഡിയസും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഫോഴ്സിന്റെയും അതുപോലെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടോർക്കിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ NM. നെക്സ്റ്റ് നമ്മൾ ഈ ടോർക്കിനുള്ള മറ്റൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ഈസ് തീറ്റ. ഈ ആറും എഫും തമ്മിലുള്ള ആംഗിള് തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യാം. തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ബിറ്റ്വീൻ ആർ സൈൻ തീറ്റ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആർ സൈൻ തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ. അതായത് ആറിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? ആർ സൈൻ തീറ്റ. നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യാണ്. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ടോർക്ക് ഈസ് മിനിമം വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഈ വാല്യൂ 0 ആകുന്ന കേസിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 90 ഡിഗ്രി വരും. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ദെർഫോർ ഇക്വേഷൻ ബിക്കം ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. വി ഹാവ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ. മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ. നമ്മൾ എം എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ഈ എഫിന്റെ സ്ഥാനത്ത് ഈ എം എന്ന് കൊടുത്തു നോക്കുകയാണ്. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു ആർ. നമുക്കറിയുന്ന കാര്യമാണ് എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ. നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ. എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ എന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ആർ ആൽഫ എന്ന് കൊടുത്തു. അപ്പൊ എന്തായി? എം ആർ ഇൻറ്റു ആർ ആൽഫ. ആർ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ആൽഫ. നമുക്കറിയാം ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. നമ്മൾ എം ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ദെർഫോർ ഇക്വേഷൻ ബിക്കം ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഇപ്പൊ എന്തായി? ടോർക്ക് രണ്ട് ഇക്വേഷൻ ആയി. ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ആൻഡ് ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ആംഗുലാർ മൊമെന്റം എൽ. വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് moment of inertia about its axis of rotation and the angular velocity. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല, ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെയും ആംഗുലാർ വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് ആണ് ജൂൾ സെക്കൻഡ് ഓർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എസ് ഇൻവേഴ്സ്. ഇനി കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. The principle of conservation of angular momentum states that if no external torque acts on a system, the total angular momentum of the system remains constant. Okay, ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ പറയുന്നത് ഈ ലീനിയർ മോഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെയും അതുപോലെ റൊട്ടേഷണൽ മോഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെയും ഡിഫറെന്റ് ടേംസുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് ലീനിയർ മോഷനിൽ നമ്മൾ എന്ത് പറയും? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അതേ സംഭവം തന്നെ റൊട്ടേഷണൽ മോഷനിലാകുമ്പോൾ എന്ത് പറയും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ തീറ്റ. നെക്സ്റ്റ് ലീനിയർ വെലോസിറ്റി വി. റൊട്ടേഷണൽ മോഷന്റെ കേസിലാകുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ലീനിയർ ആക്സിലറേഷൻ എ, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. മാസ് എം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ, ലീനിയർ മൊമെന്റം പി, ആംഗുലർ മൊമെന്റം എൽ, ഫോഴ്സ് എഫ്, ടോർക്ക് ടോ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.